ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ഏലക്കായ എടുത്തിട്ടുണ്ട്, 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ചെറുജീരകം എടുത്തിട്ടുണ്ട്, അതായത് ക്യൂമിൻ സീഡ്സ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കറുകപ്പട്ട 3 പീസ് എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് 3 എണ്ണം, അത്യാവശ്യം എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്, മല്ലി 2 ടേബിൾ സ്പൂൺ, കരയാമ്പൂ 1 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് കാർഡമമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്ക് കാർഡമം 3 എണ്ണം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, 1 ഉണക്ക നാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി നേരം ചൂടാക്കി എടുക്കണം കേട്ടോ. നമുക്ക് മിക്സി ജാറിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ആ ഒരു രീതിയിൽ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചൂടായിട്ടുണ്ട്. ജീരകമൊക്കെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ ജീരകമൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒത്തിരി ചൂടാറാനായിട്ട് നിൽക്കേണ്ട, ചെറുചൂടിൽ തന്നെ നമുക്കിത് ഫൈനായിട്ട് മിക്സി ജാറിൽ പൊടിച്ചെടുക്കാം. അൽഫാമിനായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ അൽഫാം ഉണ്ടാക്കാനായിട്ട് ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എപ്പോഴും ഈ അൽഫാം ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പം ഞാൻ ഒരു ഓവനിലും സ്കിന്നില്ലാത്ത ചിക്കൻ ഞാൻ സ്റ്റൗ ടോപ്പിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ചിക്കനപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചിക്കൻ്റെ വിങ്സിൻ്റെ എക്സ്ട്രാ പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ എക്സ്ട്രാ ഫാറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കഴുത്തിൻ്റെ ഭാഗത്തെ എക്സ്ട്രാ കുറച്ച് പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നെടുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രസ്റ്റിനെ നെടുകിയെ മുറിച്ച് ഓപ്പൺ ആക്കാം. ചിക്കൻ അപ്പോൾ ഇതാ ഇതുപോലെ നെടുകി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ലെഗ് നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. മറ്റേ ലെഗും ഇതുപോലെ തന്നെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. കുറച്ച് ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വശമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിടാം. വിങ്സ് ലൂസാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വിങ്സിന്റെ അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. വിങ്സ് അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ ദാ ഇതുപോലെ പരന്നിരിക്കും കേട്ടോ. വിങ്സിന്റെ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ ദാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലൂസാക്കി കൊടുക്കണം. ഇനി നമുക്ക് ബ്രസ്റ്റ് സൈഡ് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ലെഗ് ഭാഗത്ത് നീളത്തിലും അതുപോലെ തന്നെ വട്ടത്തിലും നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ തേക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മുകൾ ഭാഗത്തും ഇതാ ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ലെഗും ഇതുപോലെ തന്നെ ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ബ്രസ്റ്റ് സൈഡ് ഇതാ ഇതുപോലെ വട്ടത്തിൽ ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വരഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ചിക്കൻ നല്ല ലൂസാവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 4 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ 2 സൈഡ് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 സൈഡിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം.
ഇതപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പേസ്റ്റ് കൂടെ റെഡിയാക്കണം കേട്ടോ. അതുകൂടെ ചേർത്തിട്ടാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് ചിക്കനിലൊക്കെ കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈരൊക്കെ കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫസ്റ്റ് തേച്ച് പിടിപ്പിച്ചത്. ഇനി നമുക്ക് ഈ പേസ്റ്റ് കൂടെ റെഡിയാക്കിയിട്ട് അതുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിൽ ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ മിക്സി ജാറിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇത് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ പേസ്റ്റിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചല്ലോ, ആ മസാലയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടിയിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. കൂടെ തന്നെ ഒരു കളറൊക്കെ കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ചിക്കനിലേക്ക് ഇതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ചിക്കൻ്റെ 2 സൈഡിലും നന്നായിട്ട് തന്നെ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാൻ ചിക്കൻ്റെ 2 സൈഡിലും ഒരു പ്രഷർ വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക 2 സൈഡിലും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിൽ ഞാൻ നന്നായിട്ട് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ടൈമുള്ളവർക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അൽഫാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കൻ ഞാൻ ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അൽഫാം റെഡിയാക്കുമ്പോൾ ചിക്കൻ്റെ മുകളിൽ തേക്കാനായിട്ട് നമുക്കൊരു പേസ്റ്റ് കൂടെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ കാശ്മീരി മുളക് പൊടി, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എരിവും അതുപോലെ തന്നെ ഒരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു കെച്ചപ്പാണ്. അപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഞാൻ ഓവനിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഓവൻ ഫസ്റ്റ് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഗ്രിൽ റാക്കിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 200 ഡിഗ്രിയിൽ 40 മിനിറ്റ് ആണ്. അപ്പോൾ എല്ലാ ഓവനും ഈ ടൈം ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളതനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഹാഫ് കുക്കൊക്കെ ചിക്കൻ ആകുമ്പോൾ നമുക്ക് ഓവനൊന്ന് തുറന്നിട്ട് അതിൻ്റെ ചിക്കൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, അത് നമുക്ക് നല്ല കട്ടി തന്നെ പുറം ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ ഗ്രില്ല് ചെയ്യാം.
അതിനുശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലൂടെ നമുക്ക് ബട്ടറും അതുപോലെ തന്നെ സോസും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ചിക്കൻ്റെ 2 സൈഡ് നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്താന്ന് കൂടെ നോക്കാം. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. അപ്പോൾ എനിക്കിവിടെ ചിക്കൻ ഗ്രില്ലായിട്ട് വരാനായിട്ട് 40 മിനിറ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിലും കൂടെ ഒന്ന് അൽഫാം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 വട്ടം നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു കളറൊക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് എല്ലാ സൈഡും കുക്കാവുകയും ചെയ്യും. ചിക്കൻ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ചെയ്തല്ലോ, ബട്ടറൊക്കെ തേച്ചല്ലോ. അതുപോലെ തന്നെ ഇതിലേക്കും ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് കൂടെ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. സോസും നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് നമുക്ക് 5 മിനിറ്റ് തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഞാനൊരു ഫോയിൽ പേപ്പർ ഇങ്ങനെ ഒരു ബൗളാക്കിയിട്ട് അൽഫാമിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതുകൂടെ വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പുകഞ്ഞ് വരും. ആ സമയത്ത് നമുക്കൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുകയൊക്കെ നന്നായിട്ട് അൽഫാമിൽ പിടിക്കും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അൽഫാം കഴിക്കാൻ തന്നെ. ഈ ടൈമിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. 2-3 സോസ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു.